Hi everyone, welcome to a new episode of How to Improve Your Communication and Interview Skills so you can crack your next interview. And this is Josna, your favorite communication and interview trainer. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ പ്രിപ്പയർഡ്, നമുക്കിത് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെർവസ് ആണെങ്കിലും യു നോ എക്സാക്ട്ലി ഹൗ ടു ആൻസർ ദം. സോ അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, വാട്ട് ആർ യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്? ഇത് നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് ആൻസർ പറയാം. സോ വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇൻ്റർവ്യൂവിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാകണം. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഈ കാൻഡിഡേറ്റിനെ, എസ്പെഷ്യലി ഇവർ ഹയർ ചെയ്യാൻ നോക്കുന്ന കാൻഡിഡേറ്റിൽ അവർ നോക്കുന്ന സ്പെസിഫിക് സ്കില്ലുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണോ അതാവണം നിങ്ങളുടെ സ്ട്രെങ്തിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. പലപ്പോഴും കുട്ടികളോട് വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി ലെവലിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ട്രെങ്ത്തുകൾ പറയും. ഫോർ എക്സാമ്പിൾ, ഐ എം ഹാർഡ് വർക്കിംഗ്, ഐ ലവ് ടു വർക്ക്. ബേസിക്കലി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, നന്നായിട്ട് ചെയ്യും. നിങ്ങളെ ആ ജോബിന് ഫിറ്റ് ആക്കുന്ന ഏത് സ്കില്ലാണുള്ളത് അത് ഹൈലൈറ്റ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് നോട്ട് മെൻഷൻ ദം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഫ്ലെക്സിബിൾ, ഐ ഹാവ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഐ ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിങ്ങനെ വെറുതെ പറഞ്ഞു പോവാതെ ബാക്ക് ഇറ്റ് അപ്പ് വിത്ത് ആൻ എവിഡൻസ്. നിങ്ങളൊരു ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരാളാണെങ്കിൽ ടെൽ ദം വൈ ഡു യു തിങ്ക് ദാറ്റ് യു ഹാവ് എ സ്കിൽ ലൈക്ക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ ഒരുപാട് ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ലീഡർഷിപ്പ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഒരുപാട് അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ലീഡർഷിപ്പ് റോളുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ബെറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു കണക്ട് ചെയ്തൊരു സ്റ്റോറി പോലെ വേണം നിങ്ങളുടെ സ്ട്രെങ്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ബിക്കോസ് യു നോ ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സ്കിൽസ് ആയിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു നെയിം ഇട്ട് അതിനെ വിളിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒന്നാണ് പ്രോബ്ലം സോൾവിങ്. ബിക്കോസ് എല്ലാ കമ്പനീസിലും കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നത് തന്നെ അവിടെയുള്ള ഏത് റോളിലേക്കാണോ നിങ്ങൾ ഹയർ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യുക, ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുക. ക്രിട്ടിക്കൽ തിങ്കിങ് എഗെയിൻ നെക്സ്റ്റ് ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ക്രിയേറ്റീവ് തിങ്കിങ് എഗെയിൻ അനദർ വൺ. എഗെയിൻ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽ. നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റിൽ വേണ്ടതാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് ഓർഗനൈസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സാമ്പിൾ വെച്ച് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ് അല്ലെങ്കിൽ ടീം പ്ലെയർ. ഇതിൽ മൂന്നിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത് അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക വിത്ത് എക്സാമ്പിൾ ഫ്രം യുവർ പാസ്റ്റ്. ഇനി അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ക്യാച്ചപ്പ് ചെയ്ത് സ്റ്റഡി ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ നിങ്ങൾക്ക്, അതാണ് അഡാപ്റ്റബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും. ആൻഡ് ഓൾസോ സെൽഫ് ലേണിംഗ്. ഏതൊരു കാര്യവും ലൈക്ക് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് പഠിച്ചെടുക്കാൻ മൈൻഡ് സെറ്റ് ഉണ്ട്. ബിക്കോസ് ഇതുവരെ നിങ്ങളൊക്കെ ചെയ്തത് സെൽഫ് ലേണിങ്ങിലൂടെയാണ്. ഇഫ് യു ലുക്ക് ബാക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ശരിയാണ്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന്. സോ അതൊരു നല്ലൊരു സ്കില്ലാണ്, നിങ്ങൾക്ക് അതും ഹൈലൈറ്റ് ചെയ്യാം. സോ ഇനി സ്ട്രെങ്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറയണം എന്നറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. കറക്റ്റ്ലി മാർക്കറ്റിൽ ഈ ഒരു റോളിൽ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്. ആൻഡ് എല്ലാ സോഫ്റ്റ് സ്കിൽസും നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇതിപ്പോൾ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് റോളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പഠിക്കുന്ന കോളേജിലേക്ക് കുഞ്ഞു കുഞ്ഞി വോളണ്ടിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ പോയി ഏത് സ്കില്ലാണോ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ വർക്ക്ഔട്ട് ചെയ്യുക. എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങളോട് സ്ട്രെങ്ത് ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു ആൻസറിൻ്റെ ഒരു സാമ്പിൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാവണം ആൻസേഴ്സിന്. ഇപ്പം നിങ്ങൾ വെബ്സൈറ്റ്സിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ChatGPT ഒക്കെ നോക്കിയിട്ട് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തരുന്ന അതേ ആൻസേഴ്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ഉള്ള ആൻസേഴ്സ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവർക്കും. സോ ഇഫ് യു ആർ പ്രിപ്പയറിങ് ആൻസേഴ്സ് വിത്ത് AI അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് നോക്കി നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രിപ്റ്റ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ജനറിക് ആൻസേഴ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻ്റർവ്യൂവേഴ്സിന് അത് മനസ്സിലാവും യു ആർ പ്ലേയിങ് എ സേഫ് ഗെയിം. സോ ഇറ്റ്സ് നൈസ് ഇഫ് യു പ്രിപ്പയർ യുവർ ഓൺ ആൻസേഴ്സ്. നിങ്ങളുടെ തന്നെ ആൻസേഴ്സ് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, യു ഡെലിവർ ഇറ്റ് ഇൻ ഇൻ്റർവ്യൂ. ആൻഡ് എന്തെങ്കിലും ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണോ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് സെക്ഷനിൽ ഇടുവാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ യുവർ വീക്ക്നെസ്. പൊതുവേ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലും വീക്ക്നെസ്സിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന 3 ആൻസേഴ്സ് ആണ്: ഐ ആം എ പെർഫെക്ഷനിസ്റ്റ്, അല്ലെങ്കിൽ ഐ കനോട്ട് സേ നോ ടു പീപ്പിൾ, അല്ലെങ്കിൽ ഐ ഹാവ് പ്രോബ്ലം വിത്ത് പബ്ലിക് സ്പീക്കിംഗ്.
നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇന്റർവ്യൂസ് എടുക്കുന്ന എച്ച്ആർസ് കാലങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടാവും, കാലങ്ങളായിട്ട് ആൾക്കാർ ഈ ആൻസറും പറയുന്നുണ്ടാവും. സോ എക്സാക്ട്ലി ദേ നോ ദിസ് ഇസ് എ സ്ക്രിപ്റ്റഡ് ആൻസർ, നിങ്ങളിങ്ങനെ പഠിച്ച് വന്നേക്കുക എന്നുള്ളത്. സോ അവിടെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ പോവും, നിങ്ങൾ യുണീക്ക് അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടാം. സോ ഇറ്റ്സ് നൈസ് ഇഫ് യു പ്രിപ്പയർ യുവർ ആൻസർ വെൽ. നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എത്രത്തോളം അവയർനെസ് ഉണ്ട്, നിങ്ങളുടെ ഹോണസ്റ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കാം. സോ ടെൽ ദം എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്. അപ്പൊ ഒരുപാട് പ്രൊഫഷണലി എഫക്റ്റ് ചെയ്യുന്ന വീക്ക്നെസ് പറയാതെ, നിങ്ങളെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫ്രഷറാണ്, എനിക്കധികം ടൈം മാനേജ്മെന്റ് സ്കില്ലൊന്നും എനിക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ജോലിക്ക് കയറണം എന്നുള്ളൊരു തോട്ട് വന്നതിന് ശേഷം മനസ്സിലായി ഡെഡ് ലൈൻ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനൊക്കെ വെച്ചൊരു ഡേ സ്റ്റാർട്ട് ചെയ്യും, ആൻഡ് എൻഷുർഡ് ഇഫ് സർട്ടൻ തിങ്സ് ഇസ് ബീൻ കംപ്ലീറ്റഡ് ഇൻസൈഡ് ദാറ്റ് ടൈം. അപ്പോൾ ഇങ്ങനെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ടൈം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്. സോ ഈ ഒരു പുതിയ സ്റ്റെപ്പ് എന്നെ ഒരു വർക്ക് സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഹെൽപ്പ് ചെയ്യും ഞാൻ വിചാരിക്കുന്നു, ആൻഡ് ഗ്രാജുവലി ഇത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതൊരു സാമ്പിൾ ആൻസർ ആണ്. ബിക്കോസ് ചില ആൾക്കാർക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ല് വേണമെന്ന് പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളത് നിങ്ങൾ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ പറയാം. ചില ആൾക്കാർ വീക്ക്നെസ് പറയുന്ന ഒരു കാര്യമാണ് ഐ ആം എ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ളത്. സോ പെർഫെക്ഷനിസം ഇസ് ആക്ച്വലി എ സ്ട്രെങ്ത്. അപ്പം നിങ്ങളത് മിസ്റ്റേക്ക് ചെയ്യരുത്. നന്നായിട്ട് പണി ചെയ്യുന്ന, ഒരു മിസ്റ്റേക്ക് പോലും ചെയ്യാത്ത ആൾക്കാരെ കമ്പനിയിലെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്, ഡിലേ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഇച്ചിരി ഡിലേ ആയാലും കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള പണി കിട്ടുക എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ അതൊരു സേഫ് ഗെയിം ആണ്. ഡോണ്ട് ടെൽ ദം ദാറ്റ് യു ആർ എ പെർഫെക്ഷനിസ്റ്റ്. ബിക്കോസ് അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാവുകയുള്ളൂ ഇന്റർവ്യൂവിൽ. സോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുക, കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളോട് പറഞ്ഞോളൂ. ഇനി എന്ത് പറയാൻ പാടില്ല എന്നുള്ളത്, നിങ്ങളുടെ വർക്കിന് ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഇപ്പം ഞാനൊരു കമ്മ്യൂണിക്കേഷൻ കോച്ചാണ്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ് അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. ഇനി നിങ്ങളൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്ത ആൾക്കാരാണ്, അപ്പോൾ എനിക്ക് ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ ഇപ്പം വർക്കിലൊരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകാറുണ്ട്, അപ്പോൾ എനിക്ക് ഐ ടേക്ക് തിങ്സ് പേഴ്സണലി. ഇങ്ങനെയുള്ള നിങ്ങളുടെ വർക്കിനെ ഇഫക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വീക്ക്നെസ്സുകൾ പറയാതിരിക്കുക. സോ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും വീക്ക്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആൻസർ യു ക്യാൻ സീ. യു ക്യാൻ റെഫർ ഇറ്റ് ആറ്റ് ദ ട്രൈ ടു പ്രിപ്പയർ വാട്ട് ബൈ യുവർ സെൽഫ്. നിങ്ങളുടെ ഓൺ ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, വൈ ഡു യു വോണ്ട് വർക്ക് ഹിയർ. സോ നിങ്ങൾക്ക് ഈ കമ്പനി അറിയുമോ, നിങ്ങൾ ഈ ജോബ് റോളിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണോ, അതോ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണോ, റാൻഡം ആയിട്ടൊരു വെബ്സൈറ്റിൽ കണ്ടു അപ്ലൈ ചെയ്തു ഇപ്പോൾ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം അവർ ഇൻഡയറക്ട്ലി ചോദിക്കും. ഇപ്പം വൈ ഡു യു വോണ്ട് വർക്ക് ഹിയർ എന്നുള്ള ചോദ്യം ഡിഫറെൻ്റ് ആയിട്ടും വൈ ഷുഡ് വി ഹയർ യു എന്ന രീതിയിലും ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ കമ്പനീനെ കുറിച്ച് സംസാരിക്കുക, അവരുടെ വിഷൻ, അവരുടെ ഗോൾസ്, അവരുടെ വാല്യൂസ്, ആൻഡ് അത് നിങ്ങളുടെ ഗോൾസായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, ആൻഡ് ഓൾസോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെയൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ടച്ച് വേണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ഒരു സാമ്പിൾ ആൻസർ യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ. ആൻഡ് ഇതുപോലെ നിങ്ങളുടെ ഒരു നല്ല ആൻസർ, നിങ്ങളുടെ ഓൺ ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് എ ടൈം വെൻ യു ഹാൻഡിൽഡ് എ ചാലഞ്ച് അറ്റ് വർക്ക്. നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ചാലഞ്ചൊക്കെ മാനേജ് ചെയ്യാൻ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിങ്ങൾ ചാലഞ്ചസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ബിഹേവിയറൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുക. ആദ്യം അതിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക, ടാസ്ക് എന്തായിരുന്നു പറഞ്ഞു കൊടുക്കുക, ആക്ഷൻ എന്തായിരുന്നു പറഞ്ഞു കൊടുക്കുക, റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാനിക് ആവും, ഏത് ചാലഞ്ച് പറയണം അല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ ഇപ്പോൾ സംസാരിക്കണം. സോ ഇഫ് യു ആർ പ്രിപ്പയർഡ്, ഇതല്ലെങ്കിൽ ഇത്, യു ഹാവ് ടു ഓപ്ഷൻസ്. ആൻഡ് ആ ഇന്റർവ്യൂറിൻ്റെ ഒരു സംസാരത്തിൽ ആളുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് എനിക്ക് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. അപ്പൊ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് അടക്കം ഉണ്ടാവും. പറ്റത് നിങ്ങൾ ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പോൾ സ്റ്റാർ മെത്തേഡിൽ ആൻസർ ചെയ്യാം. ബിക്കോസ് സ്റ്റാർ മെത്തേഡ് ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ആൻസേഴ്സ് പറയുമ്പോഴത്തേക്കും വെൻ യു എൻഡ് ഇറ്റ് വിത്ത് റിസൾട്ട്, അതൊരു ഗുഡ് ഇംപ്രഷൻ ആണ്. എന്ന് വെച്ചാൽ പീപ്പിൾ ഓൾവേസ് റിമെമ്പർ വാട്ട് ഇസ് സെറ്റ് ഇൻ ദ എൻഡ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിനകത്തേക്ക് വരാതെ നിങ്ങളുടെ ആൻസേഴ്സ് സാറ്റിസ്ഫാക്ടറി ആയി മാറുകയാണ്. സോ ഒരു സാമ്പിൾ ആൻസർ ഞാനിപ്പം ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ ഒരു ചാലഞ്ച് ഹാൻഡിൽ ചെയ്തൊരു സിറ്റുവേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാൻ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് വേ ഡു യു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years? പൊതുവേ കുട്ടികൾ തെറ്റായിട്ട് ഉത്തരം പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ് വേ ഡു യു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years. ഇവിടെ ഇന്റർവ്യൂവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, ഡു യു ഹാവ് അതർ പ്ലാൻസ്? സോ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അവിടെ മെൻഷൻ ചെയ്യാതിരിക്കുക. സ്റ്റിക്ക് ഓൺ വിത്ത് ദ കമ്പനി. നിങ്ങൾക്ക് ഈ ജോബ്, ഈ പൊസിഷൻ, നിങ്ങളുടെ കരിയർ പ്ലാനുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ തെറ്റിച്ച് പറയുന്ന ഒരു കാര്യമാണ് ജെൻറിക് ആയിട്ടുള്ള ഒരു ആൻസർ പറയാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഐ സീ മൈസെൽഫ് ഇൻ എ മിഡ് ലെവൽ മാനേജറിയൽ റോൾ വെർ ഐ എം ടേക്കിംഗ് ന്യൂ ചാലഞ്ചസ് ഇംപ്രൂവിങ് മൈസെൽഫ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. സോ ഇതൊരു ജെൻറിക് ആൻസർ ആണ്. ഇത് എനിക്കും പറയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ദേ ആർ ആസ്കിങ് യു വാട്ട് ഈസ് യുവർ 5 year പ്ലാൻ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാം. നിങ്ങളുടെ റോളിൽ ഒരു 5 year ശേഷം നിങ്ങൾ ഏത് പൊസിഷനിലേക്ക് കയറാനാണ് ചാൻസ്, ആ പൊസിഷൻ മെൻഷൻ ചെയ്യാം. ആൻഡ് ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ സ്കില്ലുകൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും അത് പോയിന്റ് ഔട്ട് ചെയ്യാം. ഞാൻ എക്സലിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ പേറോൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ലാംഗ്വേജ് വൈസ് ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങളുടെ കുറച്ചും കൂടെ സ്പെസിഫിക് ഗോളുകൾ, ടാർഗറ്റുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ ദി അണ്ടർസ്റ്റാൻഡ് യുവർ വിഷൻ, യുവർ പ്ലാൻ. ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ അതർ പ്ലാൻസ്. നിങ്ങളുടെ ജോബ്, ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ഈ ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി. സോ ഗൈസ്, ഞാൻ ഇന്ന് 4 questions മാത്രമേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുള്ളൂ. ഈ 4 questionസിന്റെ ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ചാറ്റിൽ ഡ്രോപ്പ് ചെയ്താൽ ഞാനത് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് പറഞ്ഞുതരാം. അതേപോലെ അടുത്ത് നിങ്ങളോട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. എവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മലയാളം ബേസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ്, ഇതുപോലെ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണം എന്നുണ്ട്, എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഇൻ കോമെൻറ്റ്. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ഓൾസോ ഡു ഡ്രോപ്പ് യുവർ ഫീഡ്ബാക്സ് ഇഫ് ദീസ് വീഡിയോസ് ആർ ഹെൽപ്പിംഗ് യു. ആൻഡ് ഓൾസോ ഗൈസ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വി ആർ പ്രൊവൈഡിങ് എ 2 months ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ്. ആൻഡ് November 3 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിങ്ക് ബയോയിലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇന്റർവ്യൂവിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ആൻഡ് ആ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.